നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശവൽക്കരണം ഒരു ഭാഗത്തുകൂടെ നടത്തുമ്പോഴും അടുത്തിടെയായി രാജ്യത്തുള്ള പ്രവാസി തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന തീരുമാനമാണ് സൗദി എടുക്കുന്നത്. പ്രവാസികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ് രാജ്യം. സൗദിയിൽ പ്രവാസികളുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുന്ന സ്പോൺസർമാർക്ക് 15 വർഷം വരെ തടവ് ശിക്ഷ ഇനി ലഭിക്കും. 10 ലക്ഷം സൗദി റിയാൽ പിഴയായി അടയ്ക്കേണ്ടിയും വരും. പാസ്പോർട്ട് സൂക്ഷിക്കാൻ ഉടമയ്ക്ക് മാത്രമാണ് അവകാശം. തൊഴിലുടമകൾക്ക് ഇത് കൈവശം വെക്കുന്നത് സൗദി നിയമപ്രകാരം മനുഷ്യക്കടത്ത് എന്ന നിലയിൽ കുറ്റകൃത്യമാണെന്ന് സൗദി അഭിഭാഷകനായ സയ്യിദ് അൽ ഷഅലാൻ സമൂഹ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വിദേശ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഇത് സംബന്ധിച്ച നിയമവ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുന്നത്. 32.2 ദശലക്ഷം ജനസംഖ്യയുള്ള സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഇത് സംബന്ധിച്ച നിയമവ്യവസ്ഥകൾ ശക്തമാക്കാൻ രാജ്യം ഒരുങ്ങുന്നത്. എക്സിറ്റ് റീ എൻട്രി വിസകളിൽ പോകുന്ന പ്രവാസികൾക്ക് വിസ സാധ്യതയുടെ അവസാന ദിവസം വരെ രാജ്യത്തേക്ക് മടങ്ങാനാകുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പാസ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. എക്സിറ്റ് റീ എൻട്രി വിസ ലഭിക്കാൻ പ്രവാസികളുടെ പാസ്പോർട്ടിന് 90 ദിവസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം. ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കാൻ പാസ്പോർട്ടിന് 60 ദിവസം കാലാവധി ഉണ്ടായാൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. അതുപോലെ ജോലി അവസാനിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തൊഴിലാളിയുടെ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് സൗദി കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പലപ്പോഴും ഇത് നീണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. തൊഴിലുടമ കരാർ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ സർവീസ് ആനുകൂല്യങ്ങൾ തൊഴിലാളിക്ക് നൽകേണ്ടത്. സർവീസ് ആനുകൂല്യത്തിനൊപ്പം ഇതുവരെയുള്ള മുഴുവൻ വേതനവും അതുപോലെ തന്നെ ഇവർക്ക് ഉള്ള അലവൻസും കുടിശ്ശികയും തീർത്തും നൽകണം. കാലയളവ് പ്രത്യേകം നിർണയിച്ച തൊഴിൽ കരാറാണെങ്കിലും അല്ലെങ്കിലും ജീവനക്കാർക്ക് സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തൊഴിലാളിയാണ് കരാർ അവസാനിപ്പിക്കുന്നതെങ്കിൽ 15 ദിവസത്തിനകം സർവീസ് ആനുകൂല്യം നൽകണമെന്നാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നിർദ്ദേശിച്ചത്. സർവീസ് ആനുകൂല്യം നൽകൽ ബാധകമല്ലാത്ത 4 സാഹചര്യങ്ങളും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം ഉണ്ടായാൽ പ്രവാസികൾ സർവീസ് ആനുകൂല്യത്തിന് അർഹരല്ലെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ജോലിക്ക് ചേർന്ന് 2 വർഷത്തിനുള്ളിൽ തൊഴിലാളി രാജിവെച്ചാൽ ആനുകൂല്യം ലഭിക്കില്ല. അതുപോലെ പ്രൊബേഷൻ കാലത്ത് പിരിച്ചുവിടൽ, നിയമാനുസൃത കാരണമില്ലാതെ തുടർച്ചയായി 15 ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിയമാനുസൃത കാരണമില്ലാതെ 1 വർഷത്തിനിടെ പല തവണയായി 30 ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താലും ഈ സർവീസ് ആനുകൂല്യം തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെടും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.